ഹലോ ഗായ്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുവാണല്ലോ അല്ലേ? എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പിന്നെ വല്ല പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സാറ്റർഡേ ഈവനിങ് വ്ളോഗാണ്. പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഗോയിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ് നമ്മൾ കാര്യമായിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ സൺഡേ നമ്മൾ പിന്നെ ഇപ്പോൾ ഔട്ടിംഗ് ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ലോഹിതന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, ടാറ്റു വർക്കോ എന്തെങ്കിലും, അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞങ്ങളതേ ചാക്യാത്ത് പള്ളി വഴിയാണ് പോയി. ചാക്യാത്ത് പള്ളിയിൽ പെരുന്നാളെന്ന് അന്നെന്തോ അവസാനിക്കുന്ന ദിവസമായിരുന്നു. നമ്മളപ്പം കയറിയില്ല. കേരളത്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടി വരുന്നല്ലേ ഉള്ളൂ. നല്ലോണം ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടെ വൈബാവുമല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ വെച്ചാൽ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരാമെന്ന് വെച്ചിട്ട് പോയി. പിന്നെ ക്യൂൻസ് വാക്ക് വേ വഴിയൊക്കെ ആട്ടോ പോയതും. നല്ല തിരക്കായിരുന്നു അവിടെ. നമ്മൾ പിന്നെ അവിടെ ഇറങ്ങിയില്ല. പിന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ തന്നെ വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഇതാ പോകുന്നു. എവിടെയാണെന്നറിയില്ല. രോഹിതനും പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും പോവാം, നല്ല എവിടെയെങ്കിലും കണ്ടാലേ ഇറങ്ങാം, ഇല്ലെങ്കിൽ ചിൽഡ്രൻസ് പാർക്കിൽ ഇവിടെയും കൊണ്ട് പോകാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ ഭയങ്കര വൈബായിരുന്നു. അത് നമ്മൾ നേരെ പോയത് കോൺവെന്റ് ജംഗ്ഷനിലാണ്. ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ വെറുതെ ഒരു ഉദ്ദേശമില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും ബ്രോഡ്വേ വഴി, കോൺവെന്റ് ജംഗ്ഷൻ വഴി ഈ വഴിക്കൊക്കെ ഒരു കറങ്ങും. എന്ന് വെച്ചാൽ വെറുതെ ഒന്നുമില്ല, ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നി നമ്മൾ ഇറങ്ങി വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ നേരെ നമ്മൾ സെൻട്രൽ സ്ക്വയറിലാണ് പോയത്. സെൻട്രൽ സ്ക്വയറിൽ എന്തൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, പുറത്ത് ഒരു ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാട്ടോ സെൻട്രൽ സ്ക്വയറിലേക്ക് കയറിയത്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അത്യാവശ്യം. അന്ന് ട്രെൻഡ്സിൽ ഓഫറിൽ കയറിയിട്ട് എനിക്ക് കുർത്തിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കയറി നോക്കാം, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ R&Bയിൽ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നേരെ R&B കയറി എനിക്ക് 2 കുർത്തി കിട്ടി. എനിക്ക് കുർത്തി സെലക്ട് ചെയ്യണതൊന്നും എടുക്കാൻ പറ്റില്ല. നീലുബേബി ഭയങ്കര ബഹളമായിരുന്നുകൊണ്ട് എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതേ നീലുബേബിൻ്റെ ബാക്കിൽ ഞാൻ ഓടിക്കും. ആ സമയം കൊണ്ട് ഞാൻ എടുത്ത കുർത്തി രോഹിത്തേട്ടൻ പോയി ബില്ല് ചെയ്തു. പിന്നെ നീലുബേബി എപ്പോഴത്തെ പോലെ ഒരു ബലൂണ് കിട്ടി, ബഹളം തുടങ്ങി. ഞാനൊരു ആ യെല്ലോ റാക്കില്ലേ, ആ യെല്ലോ കുർത്തിയാണെന്ന റാക്കിൽ നിന്നാട്ടോ എനിക്ക് 2 ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി നേരെ മുകളിലേക്ക്. അവിടെ ഒരു സോഫ്റ്റ് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറ്റാം. പക്ഷെ അവിടെ റെനോവേഷൻ നടക്കും, നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. എന്തോ റെനോവേഷൻ കിടക്കാം, അടച്ചെടുക്കാം. പിന്നെ അവിടുത്തെ ഒരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു. ഇത് അങ്ങോട്ടേക്ക് നീലുബേബി കയറി ഈ വണ്ടിയിൽ ഇരിപ്പായി. പിന്നെ അവിടെ നിന്ന് നേരെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫുഡ് കോർട്ട് കയറി. നമ്മൾ പിന്നെ നീലുബേബി ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ ഡിന്നർ കഴിക്കണം ഭയങ്കര കുറവാണ്. കാരണം നീലുബേബി മിണ്ടാണ്ടിരിക്കില്ല, നമ്മളെ കഴിക്കാനും സമ്മതിക്കില്ല, അവളും കഴിക്കില്ല. ഇല്ലെങ്കിൽ ഹൈ ചെയർ ഉള്ളിടത്ത് നമ്മൾ പിന്നെയും പോകും. പിന്നെ അവൾ ആ ചെയറിലേക്ക് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇറങ്ങി ഓടാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ മാത്രമേ ഞങ്ങൾ കഴിക്കാറുള്ളൂ. അങ്ങനെ 1-2 ഹോട്ടലുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ മാത്രമേ പോയി ഇവിടെയും കൊണ്ടുപോയിരുന്ന് കഴിക്കാറുള്ളൂ. പിന്നെ മാക്സിമം ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വീട്ടിൽ വരാൻ ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് സൊമാറ്റോയിൽ ഓർഡർ ചെയ്യുക ചെയ്യാം. അതാണ് കൂടുതലും നമ്മൾ ചെയ്യുക. അതായത് ഇവിടെയും കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാറില്ല. പിന്നെ അത് നീലുബേബി കയ്യിലിരുന്ന ബലൂൺ അവിടെ സിഗ്നൽ പറത്തി, എന്നിട്ട് കരച്ചിലായി. അങ്ങനെ രോഹിതയുടെ നീലുബേബിൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ആ വിഷമവും കരച്ചിലാണ് നിങ്ങളത് കാണുന്നത്. അത് ഞങ്ങൾ പിന്നെ ചാക്യാത്ത് പള്ളി പെരുന്നാളായിരുന്നല്ലോ, അങ്ങോട്ടേക്ക് കയറാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ ഒടുക്കത്തെ തിരക്കായിരുന്നു ഗായ്സ്, ഒടുക്ക തിരക്കായിരുന്നു. ബൈക്ക് വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല. എൻ്റെ ഘോഷയാത്രയും കാര്യം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് എന്നതേ പോയി.